Let's go to question number 30. From the given list, the number of compounds with the +4 oxidation state of sulfur. നോക്കൂ, അവർ കുറേ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ കോമ്പൗണ്ട്സിന്റെയും എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ SO3. വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് SO3? അല്ലേ, SO3യിൽ ഓക്സിജൻ -6 വരും. അപ്പോൾ സൾഫർ വിൽ ബി +6. നെക്സ്റ്റ് H2SO3. H2SO3യിൽ ഓക്സിജൻ -6, ഹൈഡ്രജൻ +2. അങ്ങനെയാണെങ്കിൽ സൾഫർ വിൽ ബി +4. So that the total sum will be equal to 0. Next SOCl2. ഈ SOCl2 നമ്മൾ എഴുതുമ്പോൾ നോക്കുക, we have oxygen, chlorine. So chlorine -2, oxygen also -2. അങ്ങനെയാണെങ്കിൽ പിന്നെ സൾഫർ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കണമല്ലോ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് വിൽ ബി +4. നെക്സ്റ്റ് SF4ൽ കണക്കൂട്ടാൻ ഒന്നും തന്നെ ഇല്ല. കാരണം ഫ്ലൂറിൻ നമുക്കറിയാം -4 ആണ്. അങ്ങനെയാണെങ്കിൽ സൾഫർ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് +4. ബേരിയം സൾഫേറ്റ്. ലെറ്റ്സ് തിങ്ക് ഓഫ് ബേരിയം സൾഫേറ്റ്, BaSO4 അല്ലേ. ഓക്സിജൻ -8 ആണ്, ബേരിയം +2 ആണ്. അപ്പോൾ സൾഫർ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് +6. Next we have H2S2O7. So H2S2O7 we have S double bond O, OH, then we have O, S double bond O, OH. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? It will be -2, -2, -1, -1. So of course this is +6. അപ്പൊ ഇതിൽ അവർ ചോദിച്ചിരിക്കുന്നത് ആരുടെയൊക്കെ ചോദിച്ചേക്കുന്നത് നോക്കണേ. +4 ഉള്ള ആൾക്കാരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. +4 ഉള്ളവർ ആരൊക്കെ? ഇയാൾ +4 ആണ്, ഇയാൾ +4 ആണ്, ഇയാൾ +4 ആണ്. അപ്പൊ എത്ര ആൾക്കാർക്ക് +4 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി യുവർ ആൻസർ ഈസ് 3.